ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെയിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ലൈനറൊക്കെ നോക്കുമ്പോൾ ലൈനർ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറൊക്കെ കിടക്കണേ. തന്നെ അത് ഉപയോഗിച്ച് മാക്സിമത്തിലേക്ക് ആയിട്ടുമുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബറൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അതേപോലെ ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അതും നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം ചെയിൻ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അതല്ല ഈ ഭാഗമൊന്നും കൃത്യമായിട്ട് പിടിക്കണേ. നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും അത് ക്ലിയർ ആവില്ല. മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നിട്ടുമുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജനറൽ സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നോക്കണമുണ്ട്. കമ്പനി ഫിൽറ്റർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.68 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.5 വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കണം കേട്ടോ. ഇവിടെ റെഡ് ലൈറ്റാണ് തെളിഞ്ഞാണ്. അപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വരാം. കാരണം എന്ന് വെച്ചാൽ സെൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് നോക്കാം. വലിയ താമസിച്ചാണ്ട് ഒരു പക്ഷേ ബാറ്ററി കംപ്ലൈൻറ്റിലേക്ക് വരും കേട്ടോ. ചിലപ്പോൾ അത് പെട്ടെന്നാവാം, ചിലപ്പോൾ കുറച്ച് കാലാവധി കിട്ടാം. എന്തായാലും വലിയ താമസിച്ചാണ്ട് ഡാമേജിലേക്ക് വരും. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ലീക്ക് കാണിക്കുന്നുണ്ട്. അത് ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഓറിങ് പോയേക്കണാണ്. അതഴിച്ച് നമുക്ക് അതിൻ്റെ ഓറിങ് കൈയോടെ മാറ്റിയിടാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി പോലെ കാണിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. വീൽ ബെയറിങ് പോയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡ് നിലവിലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കതിൻ്റെ ഈ MC സബിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്. കാരണം ഞാൻ അത്യാവശ്യം പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതുവരെ മാറ്റിയിട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിലൊന്നുപോലെ നമുക്ക് ഡിസ്ക് ബ്രേക്കുമ്പോൾ ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാം. ആ ബൂട്ട് സെറ്റ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് മാക്സിമം ഉപയോഗിക്കുക. അതിന് ശേഷം ബ്രേക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നേമ്പോൾ ബ്രേക്ക് അഴിച്ചാൽ MC സബ്ബും മാറ്റി കളയുക. കാളിപ്പർ അസംബ്ലി എന്ന് പറഞ്ഞാൽ താഴെ തന്നെ യൂണിറ്റാണ്. അത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ പിസ്റ്റൺ സീൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു ഡിസ്കിൻ്റെ അതേ ഒരു ക്വാളിറ്റിയിലേക്ക് വരും. നേരെ മറിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാലും അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് MC സബ് എന്തെങ്കിലും മാറേണ്ടി വരും. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി. അഴിച്ചാൽ 99% നമുക്കത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാല്ല. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ടാൽ പോലും നമുക്ക് അതിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാലും നമുക്ക് സൂചി വർക്ക് ചെയ്യുന്നുള്ളൂ. ആ കിലോമീറ്റർ ഓഡോമീറ്റർ വർക്ക് ചെയ്യില്ല. അതിൻ്റെ കിലോമീറ്റർ കൃത്യമായിട്ട് കാണിക്കില്ല. അത് ആ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 750 രൂപ 800 രൂപയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വരും. ഇത് ഇരിക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ മെക്കാനിസം. അത് മാറ്റിയിടാണെങ്കിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം വന്നത് കിലോമീറ്ററിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഒന്നുപോലെ നമ്മളത് കിലോമീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുപോലെ നമ്മളത് മറന്നു പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്താലും നഷ്ടം തന്നെയാണ്. അപ്പോൾ മാറ്റിയിടുന്ന ആയിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയിലാണ്. സ്ലീവ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാം. അതല്ലെങ്കിൽ ഇന്നർ പൊട്ടി എവിടെയും നമ്മൾ വഴിയിൽ പെട്ടുപോകും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ്, ബാക്ക് ബ്രേക്സ്, വീൽ റബ്ബർ, എഞ്ചിൻ ഓയിൽ ഇത്രയായിട്ട് നമ്മൾ മാറ്റേണ്ട ഭാഗങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീൽ ബെയറിങ്ങും ഈ ബൂട്ട് സെറ്റും, അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ. സ്പീഡോമീറ്ററിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് എസ്റ്റിമേറ്റിൽ അതും കൂടി പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് പറയാം, എമൗണ്ട് പറയാം, എത്ര വരും എന്നുള്ള കേസ്. എന്തായാലും നിങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതം കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്പീഡോമീറ്ററും അതിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണത്. അപ്പോൾ നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ചെയ്തു പോകുന്നതാണ് നല്ലത്. വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നുള്ളൂ കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നോക്കിയിട്ട് റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് വണ്ടി ചെയ്യുള്ളൂ എന്തായാലും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും വീഡിയോ അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്നൊരു ധാരണ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം കേട്ടോ. കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ടാങ്കിൻ്റെ ബാഗിൻ്റെ പറഞ്ഞല്ലോ, ടാങ്ക് കവർ അതും കൂടി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറഞ്ഞേക്കാം. ഓക്കെ.